ശ്രീ ജയചന്ദ്രൻ, ഈ നിലമ്പൂർ എപ്പിസോഡിൽ ഈ പറഞ്ഞ വിഷയത്തിൽ ഇതിലെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ തരത്തിലുള്ള കളികളാണ് നടക്കുന്നത്? ഒരു എത്തും പിടിയും കിട്ടാത്ത വിധത്തിലേക്കുള്ള വളരെ നിലവാരം കുറഞ്ഞ പരിപാടികളാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്തൊക്കെയാണ് ഇതിന് പിന്നിലെ നീക്കങ്ങൾ? എന്തൊക്കെയാണ് ശ്രീ ജയചന്ദ്രൻ, താങ്കൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്താണ്? സ്ഥലത്ത് ഇതിൽ നമ്മൾ പ്രാഥമികമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയുമോ? ഈ ജനുവരി 13-നാണല്ലോ MLA ആയിരുന്ന അൻവർ രാജിവെച്ച് UDF കേന്ദ്രങ്ങളും മാധ്യമങ്ങളും എമ്പാടും ആഘോഷിക്കുകയും ചെയ്തു ആ അവസരങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ 3 ആഴ്ചയ്ക്ക് ശേഷം അവിടെ ബൈ ഇലക്ഷനും വരികയാണ്. സാധാരണഗതിയിൽ സ്വാഭാവികമായും ഉണ്ടാവുന്ന ഒരവസ്ഥ, രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത്, ഇത്തരം ഒരു സാഹചര്യത്തിൽ വല്ലാതെ പിരിമുറുക്കത്തിലാവുന്നത് സ്വാഭാവികമായും ഇയാൾ നിന്ന മുന്നണി, അതായത് LDF ആണ് ആകേണ്ടത്, പിരിമുറുക്കത്തിലാവേണ്ടത്. പക്ഷേ LDF ആ ഭാഗത്തിന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു തർക്കങ്ങളും പ്രശ്നങ്ങളും പിരിമുറുക്കങ്ങളും ഇല്ല എന്നുള്ളത് മാത്രമല്ല, UDFന് നേരെ തിരിച്ചാണ്. UDFൽ അടിമുടി പ്രശ്നങ്ങളായിട്ടാണ് അൻവറിൻ്റെ സാന്നിധ്യം തന്നെ രംഗപ്രവേശം ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം അവിടെ വാതിക്കൽ ക്യൂ നിൽക്കുകയാണ്, പക്ഷേ കിടക്കയും തലയണയും ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ക്രുദ്ധനായിട്ട് അൻവർ പറയുന്നത് എല്ലാത്തിനും ശരിപ്പെടുത്തി കളയും എന്ന് പറഞ്ഞ് UDFനെ എമ്പാടും ചീത്ത പറയുകയാണ്. അപ്പോൾ ഇവിടെ താങ്കളുടെ ചോദ്യം ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇതൊക്കെ എന്നുള്ളതല്ലേ? ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വിശദമായിട്ട് ഇവിടെ പറയാൻ അവസരമില്ലാത്തതുകൊണ്ടാണ് ഞാനത് എൻ്റെ അഭിപ്രായങ്ങൾ ഞാനിന്ന് അഴിമുഖം എന്ന പോർട്ടലിൽ എഴുതിയിട്ടുമുണ്ട് വിശദമായി തന്നെ. അപ്പോൾ അതിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ജോയി എന്നുള്ള ആളിനെ എന്തിനാണ് DCC പ്രസിഡന്റിനെ ഇദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നത്? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അതിന്. ജോയി ആകുമ്പോൾ ഇപ്പോൾ ജോയി ജയിച്ചാലും തോറ്റാലും അടുത്ത വർഷം ഇതേ സമയം പൊതുതെരഞ്ഞെടുപ്പാണല്ലോ കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ജോയി ഏതെങ്കിലും ജയിച്ചാലും തോറ്റാലും മറ്റേതെങ്കിലും മണ്ഡലത്തിലേക്ക് പോകാൻ പറഞ്ഞാൽ ജോയിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം KSUവിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു, കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും അറിയുന്ന ആളുമാണ് അദ്ദേഹം. ഒരു ഷുവർ സീറ്റ് UDFനുള്ളത് എവിടെയെങ്കിലും പോയി കിട്ടണമെന്നുള്ള താല്പര്യമല്ലാതെ നിലമ്പൂർ തന്നെ വേണം അടുത്ത വർഷവും എന്ന് പിടിവാശിയൊന്നും ഉള്ള ആളെയല്ല ജോയി. പക്ഷേ അതല്ല ഇയാളുടെ പ്രശ്നം, ഷൗക്കത്തിൻ്റെ പ്രശ്നം. ഷൗക്കത്തിന് മത്സര സ്വഭാവത്തിൽ നിൽക്കാൻ കഴിയുന്ന ഏക മണ്ഡലം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ, നിലമ്പൂർ മാത്രമേ ഉള്ളൂ. പക്ഷേ 2016 ഓർക്കണം, അന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ തന്നെ എതിരാക്കിയ ഒരു പശ്ചാത്തലം ഇയാളുടെ സിനിമകളുമായി ബന്ധപ്പെട്ടുള്ള ഷൗക്കത്തിൻ്റെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരിക്കൽ ഇദ്ദേഹം ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായാൽ ഒരു കാലത്തും അവിടുന്ന് UDF സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഷൗക്കത്ത് മാറില്ല എന്ന് ഏറ്റവും ഉറപ്പുള്ള ആളും അൻവർ തന്നെയാണ്, ജയിച്ചാലും തോറ്റാലും. അത് വസ്തുതയാണ്. അപ്പോൾ അവിടെയാണ് അൻവറിൻ്റെ പ്രശ്നം. അപ്പോൾ അൻവറുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അൻവറിന് അടുത്ത തവണ ഈ സീറ്റ് കിട്ടണം. ജോയിയെ വെച്ചാൽ കിട്ടും, ഷൗക്കത്തിനെ വെച്ചാൽ കിട്ടില്ല. അപ്പോൾ പിന്നെന്ത് വേണം? പിന്നെ ഒരു ഷോർട്ട് സീറ്റ് ഇവർ ഓഫർ ചെയ്യണം. അത് ഇപ്പോഴേ ഓഫർ ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ആ സമയത്ത് ചെയ്യാവുന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ താല്പര്യം. പക്ഷേ സുധാകരനെ പോലുള്ളവർക്ക് അങ്ങനെയല്ല, ലീഗിലെ ചിലർക്കും അങ്ങനെയല്ല, പക്ഷേ മറ്റ് ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല. അവരെ ശക്തിയായിട്ട് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ സഹകരിക്കുക, അത് പറ്റില്ല എന്ന് അൻവർ. അവിടെയാണ് തർക്കം മുറുകുന്നത്. ഇതിന് ഒടുവിൽ എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായും കാണാൻ കഴിയുന്ന, ഇപ്പോഴത്തെ പോക്കനുസരിച്ച് കാണാൻ കഴിയുന്നൊരു കാര്യം, അൻവർ പറയുന്നത് പോലെ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നോമിനേഷൻ കൊടുക്കുമായിരിക്കും അവർ, പക്ഷേ കേട്ടോ, ഇല്ല എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നോമിനേഷൻ കൊടുത്താലും അതുകൊണ്ട് മുമ്പോട്ട് പോവില്ല, പിൻവലിക്കാനുള്ള ദിവസം പിൻവലിക്കുക തന്നെ ചെയ്യും. കീഴടങ്ങുന്നില്ല, വേറെ ഈ പോം വഴിയൊന്നും ഇപ്പോൾ അൻവറിൻ്റെ മുമ്പിൽ ഇല്ലല്ലോ. അല്ലെങ്കിൽ നേരെ BJPയിൽ ചെന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായി അവിടെ നോമിനേഷൻ കൊടുക്കാൻ തയ്യാറാവണം. അതും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അൻവർ അങ്ങനെ പോകുമെന്നുള്ളത് അവർ പ്രതീക്ഷിക്കുന്നൊരു കാര്യവുമാണ്. അത്തരത്തിൽ ഇന്ന് നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്നലെയൊക്കെ നടന്നുകൊണ്ടിരുന്നത്, UDF ക്യാമ്പിന് നേരെ തൻ്റെ വെടിയുണ്ടകൾ പായിക്കുന്ന രൂപത്തിലുള്ള ഒരു അൻവറിനെയാണ് കാണുന്നത്. അത് എത്രത്തോളം അൻവറിനെ അവിടെ ഫലപ്രദമായി കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യവുമാണെന്നാണ് എൻ്റെ ഒരു ധാരണ.